ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി പാർട്ടികൾ. അനധികൃത കുടിയേറ്റക്കാരെ ആം ആദ്മി സർക്കാർ വോട്ട് ബാങ്കായി സംരക്ഷിക്കുകയാണെന്ന് ബിജെപിയുടെ വിമർശനം. രാജ്യസുരക്ഷയേക്കാൾ ആം ആദ്മിക്ക് വലുത് വോട്ടാണെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി ഇന്നലെ പുറത്തിറക്കിയിരുന്നു. അടുത്ത മാസം 5-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ അതിശൈത്യ കാലാവസ്ഥയും മറികടന്നുകൊണ്ട് പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. ആം ആദ്മിയെ അതിശക്തമായി കടന്നാക്രമിച്ചുകൊണ്ട് പ്രചാരണം നയിക്കുന്ന ബിജെപി ഡൽഹിയിൽ അനധികൃത കുടിയേറ്റക്കാരെ ആം ആദ്മി സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. അനധികൃതമായി രേഖകൾ നൽകി റോഹിംഗ്യൻസ് ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുകയാണെന്നും ആം ആദ്മിക്ക് രാജ്യസുരക്ഷയേക്കാൾ വലുത് വോട്ടും അധികാരവുമാണെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. അതുകൊണ്ടാണ് നിലവിൽ വോട്ടർ പട്ടികയിൽ നടക്കുന്ന പരിശോധനയും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള നടപടികളും ആം ആദ്മി എതിർക്കുന്നതെന്നും ബിജെപി നേതാവ് കപിൽ മിശ്ര പ്രതികരിച്ചു. മദ്യനയ അഴിമതിയിൽ ഖജനാവിന് 2026 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന CAG റിപ്പോർട്ടും പ്രചാരണത്തിൽ ആം ആദ്മിക്ക് തിരിച്ചടിയാണ്. എന്നാൽ ബിജെപി ഡൽഹിയിലെ കോളനികൾ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും കുടിയേറ്റക്കാർക്കും സംരക്ഷണം ലഭിക്കണമെന്നുമാണ് അമാനത്തുള്ള ഖാൻ ഉൾപ്പെടെയുള്ള AAP നേതാക്കളുടെ വാദം. അതേസമയം 29 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി രണ്ടാം ഘട്ട പട്ടികയിൽ ബിജെപി പ്രഖ്യാപിച്ചു. ഈ മാസം 17 വരെയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. ജനം, ഡൽഹി.